ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുറകിലൊരു ക്ഷേത്രം കാണുന്നുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത്. പെരുമ്പാവൂരിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. എന്താ പറയാ, നല്ല രസമുള്ളൊരു ക്ഷേത്രം. ഇത് 28 ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തെ വനദുർഗയാണ് പ്രതിഷ്ഠ. പുറകില് അമ്മയുടെ വിളക്ക് നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ഈ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതൊരു വനദുർഗാ സങ്കല്പത്തിൽ ഇരിക്കുന്ന ക്ഷേത്രമായത് കാരണം ഇവിടെ പൂക്കള്, മണങ്ങളുള്ള പൂക്കളൊന്നും ഇവിടുത്തെ ഭഗവതിക്ക് അർപ്പിക്കില്ല. ഞാൻ അകത്ത് പോയപ്പോൾ കണ്ടത് ചെത്തിപ്പൂവ്, തുളസി, താമര എന്നീ പൂക്കളാണ് ഭഗവതിക്ക് ഇവിടെ ചാർത്ത. ഇവിടെ നിന്ന് ഒരു കരിയിലയോ ഇവിടെ നിന്ന് ഒരു കമ്പോ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനപ്രദേശം, ഈ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ 28 ഏക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാട് പോലെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. പുറമേ നല്ല വെയിലാണെങ്കിലും ഇതിന്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു കുളിർമ, നിറയെ ഇടതൂർന്ന മരങ്ങൾ. ഇത് കാണുമ്പോൾ അറിയാം, നല്ല നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഉള്ള കാരണം ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിന്റെ അകത്ത് വരുമ്പോൾ തന്നെ. ഒരു നല്ലൊരു പോസിറ്റീവ്നെസ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് വിഷു അല്ലേ, അപ്പൊ എന്നാ നമ്മുടെ ഇന്റർവ്യൂ, പുതുവർഷമാണല്ലോ മലയാളികൾക്ക് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കുന്ന ആൾക്കും കുറച്ച് സ്പെഷ്യാലിറ്റി തന്നെ വേണമല്ലോ. അപ്പോൾ അത് ഞാൻ വഴിയേ പറയാം. എന്തായാലും അമ്മയുടെ അടുത്ത് വന്ന് തൊഴാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് വരണേ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഇരിങ്ങോൾക്കാവിൽ വരണമെന്ന്. ഞാൻ യൂട്യൂബിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരെ വരാൻ ഇപ്പോഴാണ് എനിക്ക് സമയം ഭഗവതി അനുവദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കെന്നാ നമ്മുടെ അതിഥിയെ പരിചയപ്പെടാം. വരൂ. നമസ്തേ ഗുരുജി. ഗുരുജി, നമ്മുടെ ഇത് 2ാമത്തെ ഇന്റർവ്യൂ ആണല്ലേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്ന് വിഷുവാണ്, ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കട്ടെ, വിഷുക്കാല ഓർമ്മകൾ എങ്ങനെയാണ് ഗുരുജിയുടെ? വിഷു എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത്? അല്ല, വിഷു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഗുരുവായൂരാണ് കൂടുതൽ ഓർമ്മ വരുന്ന സ്ഥലം. നമ്മള് ചെറുപ്പം തൊട്ട് വിഷുവിനൊക്കെ ഗുരുവായൂരാണ് കൂടുതലും നമ്മൾ ചെലവഴിക്കാറ്. അപ്പൊ വിഷുക്കണിയൊക്കെ കാണുന്നത് ഗുരുവായൂരായിരുന്നു. പിന്നീട് വിവാഹത്തിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ തന്നെ. ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ ഈ വിഷുവിന് ഇപ്പൊ ഇവിടെ ഭഗവതിയുടെ അടുത്താണ്. അപ്പൊ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം, എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. രാവിലെ വീട്ടിലെ നേദ്യം കാര്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആയിക്കോട്ടെ. ഇത് ഗുരുജിയുടെ മടിയിൽ വെയിൽ കണ്ടു. ഞാൻ എവിടെ പോകുമ്പോഴും വെയിൽ കൊണ്ടാണോ പോകുന്നത്, അതോ ഇന്ന് ഇന്റർവ്യൂ ആയതുകൊണ്ട് ആണോ വെയിൽ കൊണ്ടുവന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യില് ഭഗവാന്റെ വെയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ പോകുമ്പോ ഒന്നും നമ്മളത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് നമുക്ക് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ കയ്യിൽ വന്നപ്പെട്ട വെയില് കൊണ്ട് നമ്മൾ നടക്കുമ്പോ എന്തിനാണ് നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങള്, സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തിനാണ് വെയില് കയ്യിൽ പിടിച്ചത്? എന്താ ധൈര്യം കിട്ടാനാണോ അതോ? ഒരു ധൈര്യം മാത്രമല്ല, അതെന്താ വെച്ചാല് നമ്മൾ സഞ്ചരിക്കുന്ന പാതകളൊക്കെ അറിയാലോ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള പല പാതകളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതില് പല ആളുകളെ ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുമുട്ടിയിട്ടാണല്ലോ പോണത്. അപ്പോ ഈ പല സർഫസിലൂടെ പോകുമ്പോൾ ആ ഭഗവാന്റെ ഊർജം നമ്മളിലേക്ക് കൂടുതൽ പ്രസരിക്കാനും പിന്നെ ഭഗവാനെ പറ്റിയുള്ള ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാനായിട്ട് ആണ് നമ്മൾ. ഇപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഭഗവാനെ പറ്റിയുള്ള ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൊക്കെ ഈ പറഞ്ഞോണം നമുക്കറിയില്ലല്ലോ ഏതൊക്കെ തരത്തിൽ ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിലൂടെ ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അവരിൽ നല്ലതുണ്ടാവാം, നമ്മൾ ചീത്ത ഉണ്ടാവാം. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജ്ജമണ്ഡലമുള്ള ആളുകളുണ്ട്. അറിയാലോ, ഒരു പ്രൊട്ടക്ഷൻ വെച്ചാൽ നമ്മളിലേക്ക് ആ നെഗറ്റീവ്നെസ്, ആ സോള് നമ്മളിലേക്ക് കൂടുതൽ വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മണ്ഡലത്തിലും അത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മയിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയാലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കും. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം നമ്മളത് കൊണ്ടുനടക്കണം. നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ കുറെ പേര് എന്നോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചായിരുന്നു. അവര് കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നു ഉപാസന എന്താണ്, എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കാണാത്തവര് പല പ്രേക്ഷകരും ഉണ്ടാവാം. അപ്പൊ ഞാൻ ആദ്യം പറയട്ടെ, ഇദ്ദേഹം ഒരു ഉപാസകനാണ്, ഹനുമാൻ സ്വാമി ഉപാസകനാണ്. ഹനുമാൻ ജ്യോതിഷം നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ മുരുക ഭഗവാന്റെ ഉപാസനയും ഉണ്ട്.
ഭഗവതിയുടെ ഉണ്ട് അല്ലെ? ഭഗവതിയുടെ ഉണ്ട്. വീട്ടില് പ്രതിഷ്ഠയുണ്ട്. ഒരു ചെറിയൊരു അമ്പലം പോലെ അദ്ദേഹം ചെറിയൊരു കുട്ടില് പോലെ നമ്മള് കെട്ടി ഉപാസിക്കുന്നുണ്ട്. അപ്പൊ ആ ഉപാസനയുടെ ബലത്തിലാണ് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇപ്പൊ ഒരാളൊരു പ്രശ്നം വിളിച്ചു ചോദിക്കുമ്പോൾ അതിന് എങ്ങനെയാണ് അദ്ദേഹം അവരുടെ വീട്ടിൽ പോയിട്ടാണോ താങ്കൾ എനർജിയൊക്കെ നോക്കുന്നത്, അതോ കോളിൽ വിളിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് എല്ലാം മനസ്സിലാകുമോ? എങ്ങനെ, അല്ലെങ്കിൽ വീട്ടില് നോക്കുകയാണോ ജ്യോതിഷം? ഇതെങ്ങനെയാണ് ഇപ്പൊ താങ്കൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരാളെ വിളിച്ചാൽ അതെങ്ങനെയാണ് താങ്കളത് പരിഹാരം എങ്ങനെയാണ് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, ഇതിപ്പോ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ ഇതിന്റെ എനർജി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരാളിപ്പോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു എനർജി കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരുടെ ആ സങ്കടത്തിന് വേണ്ടിയുള്ള ആ സങ്കടം വന്ന് നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസസന്ധിയിലാണല്ലോ ഓരോരുത്തർ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഊർജ്ജം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ താങ്കൾക്കുള്ളിൽ അറിയാൻ പറ്റും അവിടെ പോയി ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിലേക്ക് ഭഗവാന്റെ കണക്ഷൻ കിട്ടൂല. നമ്മളുടെ ആ ഒരു ഊർജ്ജമണ്ഡലം എന്തോ പ്രകൃതിയിൽ നിന്ന് നമുക്കത് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പ്രാണനില്. അപ്പൊ നമുക്കത് തെളിഞ്ഞു കിട്ടും. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്കുള്ള കാര്യങ്ങൾ ഏകദേശ രൂപം നമ്മളിലേക്ക് വന്നു വിടും. അത് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പൂർണ്ണമായിട്ടൊന്നും അങ്ങനെ ഒരാളിലേക്കൊന്നും തെളിഞ്ഞു കിട്ടുമൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയ കാര്യങ്ങളോട് കൂടി ചിലപ്പോൾ നിമിത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് കാണിച്ചു തരും. ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ആ ധാരണയിൽ നമ്മളിപ്പോ ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ ആ വിളിക്കണ വ്യക്തിയിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ പറയണ കാര്യങ്ങൾ എത്രത്തോളം പൂർണ്ണത ഉണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതില് എത്രത്തോളം അദ്ദേഹത്തിന് ആ കാര്യത്തിനോട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയല്ല അദ്ദേഹം വിളിക്കണേന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രസന്റിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ വിളിക്കാന്ന് പറയും. അപ്പൊ താങ്കളെ കണക്ട് ചെയ്യുന്നവരിൽ കൂടുതലും എന്ത് ദോഷങ്ങളിലെ ആൾക്കാരെയാണ് ഗുരുജിക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ, കൂടുതലും ഇങ്ങനത്തെ ദുരിതങ്ങളുള്ളവരാണ് വിളിക്കണേന്ന്? അപ്പൊ ഏത് ദുരിതങ്ങളുള്ളവരാണ് കൂടുതലും താങ്കളെ കോൺടാക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്? അല്ല, നമ്മളെ ഇപ്പൊ സാധാരണക്കാരൊക്കെ തന്നെയാണ് കോൺടാക്ട് ചെയ്യണത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ ഭഗവാനൊക്കെ ആയിട്ട് ഇണങ്ങി നിൽക്കുമ്പോൾ കൂടുതലും ഈ ഭക്തിയുള്ള ആളുകളിലേക്കാണ് നമ്മൾ കൂടുതൽ, അവർക്കാണ് അനുഭവങ്ങൾ കൂടുതൽ കിട്ടുക. ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ അനുഭവം എന്ന് പറയണത് ഇപ്പൊ നമ്മളിപ്പോ എത്ര കാര്യങ്ങൾ ഇപ്പൊ അവരോട് പറഞ്ഞാലും അവരതനുസരിച്ച് ചെയ്യണം, പ്രാപ്തിയുള്ളവരായിരിക്കണം. അപ്പൊ ആ പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ വ്യക്തികളെക്കാളും കൂടുതൽ ആ വ്യക്തിയുടെ ഉള്ളിൽ, ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ ചൈതന്യം, അതിപ്പോ മുരുകനാണ്, സ്വാമിയാണ്, ദേവിയാണെന്ന് നമ്മൾ പറയുമ്പോഴും ആ മൂന്ന് മൂർത്തികളോടുള്ള ആ ഒരു അവർക്കും കൂടി അതിനകത്ത് എന്തുണ്ടാവണം, ഒരു കണക്ഷൻ ഉണ്ടാവണം. അവര് നമ്മൾ പറയുന്ന വാക്കുകൾ സത്യമാണെന്ന് അവര് തിരിച്ചറിയണം. അല്ല, കൂടുതലും ബാധാദുരിതങ്ങളാണോ? അല്ല, കൂടുതലും ബാധാദുരിതങ്ങളാണ് വരാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇന്ന് ഈ ലോകത്തൊക്കെ കൂടുതലും ഈ ബാധയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൂജയൊക്കെ ആളുകൾ ചെയ്ത് വെറുതെ കാശും കളഞ്ഞ്, ഇപ്പൊ നമുക്കറിയാം അങ്ങനത്തെ ഒരുപാട് വീടുകളിലൊക്കെ നമുക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഈ ബാധ എന്ന് പറയുമ്പോൾ ഇതില് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഈ സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ബാധ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങൾ, അവർ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ വന്നു പെട്ടേക്കണ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു ട്രോമയായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അതുകൂടാതെ ബാധയായിട്ടുണ്ടാവും. എങ്ങനെയാണ് രണ്ടിനെയും തമ്മിൽ വ്യത്യാസം? അവിടെയാണ് ഒരു ഉപാസകന്റെ കഴിവിരിക്കുന്നത്. ഈ ആളുകളൊക്കെ എന്തെങ്കിലും ചെറിയൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് കാണുമ്പോൾ തന്നെയും അത് ബാധയായിട്ട് ചിത്രീകരിച്ച് അവരെ ആ ഒരു സർഫസിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഈ ഹോമവും പൂജയും അതും ഇതൊക്കെ ചെയ്ത് അവരുടെ കയ്യിലിരിക്കണ കാശും കളഞ്ഞ് സമയം കളഞ്ഞ് ഇവരൊക്കെ എത്തിപ്പെടുന്നത് ഒരു പടുകുഴിയിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഇപ്പൊ കാണാലോ നമുക്ക് യോഗീശ്വരന്റെ അടുത്തൊക്കെ. വിളിക്കുന്നവരിൽ ഒരു പകുതിയോളം പേർക്കും ഇതേപോലെ മെന്റലി ഇഷ്യൂസ് ഉള്ളവർക്കാണോ ഈ ബാധ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? അതല്ല, അത് ഈ ബാധ എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ് ഞാൻ നോക്കിയിട്ട്. കൂടുതലും ഈ സൈക്കോളജിക്കൽ അതാണ്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഈ പ്രശ്നം വന്ന് കിടക്കുന്നത് ഈ സാമ്പത്തികമായ പ്രയാസങ്ങളിലാണ്. ആ ഒരു ടെൻഷൻ വന്ന് പിന്നെ അവരുടെ ചിന്തകൾ കാര്യങ്ങളൊക്കെ വന്നു വിടുമ്പോൾ അവരുടെ ആ കുടുംബത്തിൽ തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ അവരുടെ വാക്കിൽ അവരുടെ പ്രവൃത്തിയിലൊക്കെ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അത് രോഗമായിട്ട് വരും. അതിനൊക്കെ നമുക്ക് ബാധ എന്ന് പറയാൻ പറ്റൂല. ബാധയൊക്കെ ഒരു 10 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ ശരിക്കും അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ബാധ ഉണ്ടാവുള്ളൂ.